നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ട്രെയിനിന് മുന്നിൽ തലവച്ച് മരണത്തെ പുൽകിയ IB ഉദ്യോഗസ്ഥ മേഘയുടെ വീട്ടിലേക്ക് കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തിയിരുന്നു. മകളുടെ മരണവുമായി ബന്ധപ്പെട്ട് ദുരൂഹത മുഴുവൻ അഴിക്കണമെന്നും ഇതിന് ഉത്തരവാദികളായവരെ വെറുതെ വിടരുതെന്നും സുരേഷ് ഗോപിയുടെ പിതാവ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മകളെ കൊലയ്ക്ക് കൊടുത്ത ആ പ്രതിയെ കണ്ടെത്താൻ ശ്രമിക്കണമെന്നാണ് ആ പിതാവ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇനി കേന്ദ്രമന്ത്രിയുടെ സഹായത്തോടുകൂടി മകൾക്ക് വേണ്ടി നിയമ പോരാട്ടത്തിലൂടെ ആ നരാധമന് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ആ പിതാവ്. സുരേഷ് ഗോപിയുടെ സാന്നിധ്യം തന്നെയായിരിക്കും ആ കുടുംബത്തിന് ഇപ്പോഴുള്ള ഏക പ്രതീക്ഷ. സുഗാന്ത് നിലവിൽ അച്ഛനും അമ്മയ്ക്കുമൊപ്പം ഒളിവിൽ കഴിയുകയാണ്. ഈ മാതാപിതാക്കളെ കൂടി ഇതിൽ ചിലപ്പോൾ പ്രതി ചേർക്കേണ്ടി വരും. കാരണം ഒരു പെൺകുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യമാണ് ഉണ്ടായത്. അതിന് കാരണക്കാരായവർ ആര് തന്നെയായാലും പോലീസ് അന്വേഷിക്കുന്ന ഒരാളെ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നു. കൂടാതെ ഈ വിവാഹ വാഗ്ദാനം മകൻ നൽകിയപ്പോൾ വിവാഹം നടത്താമെന്നും കുറച്ചുകൂടി സമയമെടുക്കുമെന്നും ഒക്കെ ഇവരും ആ കുടുംബത്തിന് പ്രതീക്ഷകൾ നൽകുന്നുണ്ട്. മേഘയുടെ നിഷ്കളങ്കമായ മുഖമുള്ള ചിത്രം എല്ലാവരുടെ മനസ്സിലുണ്ട്. അവൾ മരണം സ്വയം ചോദിച്ചു വാങ്ങുകയായിരുന്നു. ഏറ്റവും ഒടുവിലായി ആ 8 മിനിറ്റ് സംഭാഷണത്തിലൂടെ മേഘ മരണം വരിക്കണമെന്ന ഉറച്ച തീരുമാനത്തിലെത്തുകയും മരണത്തിന്റെ ചൂളം വിളിയിൽ പോലും അവൾ പതറാതെ തന്റെ അവസാന ശബ്ദവും അവിടെ കേൾപ്പിച്ച് കടന്നു പോവുകയുമാണ്. ഏറ്റവും ഒടുവിലായി മേഘയുടെ സുഖാന്താണ് സംസാരിച്ചതെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. സുഖാന്തുമായുള്ള ഭിന്നതയാണ് മേഘയെ മരണം തെരഞ്ഞെടുക്കാൻ പ്രേരിപ്പിച്ചതും. സുഖാന്തിന്റെ അച്ഛനും അമ്മയും അടക്കമാണ് മുങ്ങിയിരിക്കുന്നത്. ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്ന നിലയിലാണ്. വീട് അടച്ചു പൂട്ടിയിട്ടിരിക്കുന്നു. പോലീസ് പലതവണ ഇവിടെ എത്തിയിരുന്നു. പക്ഷേ ഒരു സൂചന പോലും പോലീസിന് ലഭിച്ചിട്ടില്ല. കുടുംബം സാമ്പത്തികമായി വളരെ ഉയർന്ന നിലയിലാണ്. അച്ഛന് ബിസിനസ് ഉണ്ട്. ആ കച്ചവടത്തിലെ വരുമാനം കൊണ്ട് പലയിടങ്ങളിലും ഭൂമി വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. ഇതിനെല്ലാം ഏക അവകാശി എന്ന് പറയുന്നത് സുഖാന്ത് തന്നെയാണ്. വിവാഹം കഴിക്കാൻ പോലും ഉദ്ദേശമില്ലാതിരുന്നിട്ട് പോലും മേഘയെ ഇത്തരത്തിൽ വിവാഹ വാഗ്ദാനം കൊടുത്ത് ചതിച്ചു. പറ്റിച്ച് പണം ഊറ്റിയെടുത്തു. ആദ്യമൊക്കെ 1000-ഉം 2000-ഉം ഒക്കെയായിരുന്നു മേഘയിൽ നിന്ന് ഇയാൾ വാങ്ങിയത്. പിന്നീട് മേഘയുടെ സമ്പാദ്യം മുഴുവനായി ഇയാളുടെ അക്കൗണ്ടിലേക്ക് മാറ്റുന്നൊരവസ്ഥ. അവിടെ നിന്ന് മേഘയ്ക്ക് ചെലവിന് ആവശ്യമായ ഹോസ്റ്റൽ ഫീസും മറ്റും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ലക്ഷക്കണക്കിന് രൂപയാണ് സുഗാന്തിന്റെ അക്കൗണ്ടിലാക്കിയത്. ആവശ്യത്തിലധികം പണം ഉണ്ടായിരുന്നു. റിട്ടയർഡ് അധ്യാപികയാണ് സുഗാന്തിന്റെ അമ്മ. 2 പേർക്കും ശമ്പളമുണ്ട്, എല്ലാമുണ്ട്. എന്നിട്ടും പണം അടിച്ചു മാറ്റിയത് ആർത്തി കൊണ്ടാണ്. ആവശ്യത്തിലധികം പണം ഉണ്ടായിട്ടും വീണ്ടും വീണ്ടും പണത്തോടുള്ള ആർത്തി മൂത്താണ് സുഗാന്ത് പെൺകുട്ടിയെ ചൂഷണം ചെയ്ത് അവളെ വിവാഹം കഴിപ്പിക്കാമെന്ന് വിശ്വസിപ്പിച്ച് പണം തട്ടിയത്. ഒരു സാധാരണ ഉദ്യോഗസ്ഥയെ ടെസ്റ്റ് എഴുതി ജോലിക്ക് കയറിയാണ് മേഘ ഇമിഗ്രേഷൻ ഓഫീസറായി വളരെ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ജോബ് വാങ്ങിയത്. വളരെ പാവം കുട്ടി. അവളുടെ പിതാവിന് മോശമല്ലാത്ത സാമ്പത്തിക സ്ഥിതിയുണ്ട്. മേഘയുടെ അമ്മ പാലക്കാട് കളക്ടറേറ്റിൽ ഇപ്പോഴും ജോലി ചെയ്യുകയാണ്. അച്ഛൻ റിട്ടയർഡ് ഹെഡ് മാസ്റ്ററാണ്. മാതാപിതാക്കൾക്ക് എല്ലാമുണ്ട്. പ്രത്യേകിച്ച് ഒറ്റ മകൾ കൂടി ആയാൽ ആ സ്നേഹം ഇരട്ടിയാവും. തുടർന്ന് അവർക്ക് ശമ്പളം ഉണ്ടെങ്കിൽ പോലും ഒരിക്കലും അവരിൽ നിന്ന് ഒന്നും വാങ്ങാതെ അവർക്ക് അങ്ങോട്ട് പണം കൊടുത്ത് മകളെ സ്നേഹിക്കുന്നവരാണ് കൂടുതലും. അവരുടെ പൈസയ്ക്ക് കണക്കൊന്നും ചോദിക്കാറില്ല. കുടുംബം സുഗാന്തുമായുള്ള ബന്ധം തിരിച്ചറിഞ്ഞത് പോലും എറണാകുളത്തെ ടോൾ പ്ലാസയിലൂടെ മേഘയുടെ കാർ കടന്നുപോയപ്പോഴാണ്. കാരണം ഈ പിതാവ് മേഘയ്ക്ക് കാർ എടുത്ത് നൽകി. തിരുവനന്തപുരത്ത് ജോലിക്ക് പോയ മകൾ പെട്ടെന്ന് എറണാകുളം ടോൾ പ്ലാസ കടന്നു പോകുന്നു. പിതാവിന്റെ മൊബൈൽ ഫോൺ അറ്റാച്ച് ചെയ്തിരുന്നു. ഈ സമയമാണ് SMS വന്നതോടെ ഈ പ്രണയബന്ധം വീട്ടിലറിയുന്നത്. ജോലി സ്ഥലത്തേക്ക് പോയ മകളുടെ കാർ എങ്ങനെ പക്ഷേ എറണാകുളത്ത് ടോൾ പ്ലാസ വഴി കടന്നു പോകുന്നു എന്ന ചോദ്യം സ്വാഭാവികമായി കടന്നു വന്നു. പിന്നീട് മകളോട് ചോദിക്കുമ്പോൾ നിൽക്കക്കള്ളിയില്ലാതെ അതെല്ലാം തുറന്നു പറയുന്നു. അച്ഛ, എനിക്ക് സുഖാന്ത് എന്ന് പറയുന്ന ഒരു സഹപ്രവർത്തകനുമായി പ്രണയമുണ്ട്. അയാളെ കാണാൻ പോയതാണ്. അയാൾ എൻ്റെ കൂടെയുണ്ട്. ഞങ്ങൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെ മേഘ പറയുന്നു. തീർച്ചയായും ആ പിതാവിനോ അല്ലെങ്കിൽ ആ അമ്മയ്ക്കോ ഇതൊന്നും എതിർക്കേണ്ട കാര്യമില്ല. ഇരുവരും സമപ്രായക്കാർ, ഒരേ ജോബ് പൊസിഷൻ, വിവാഹ പ്രപ്പോസലൊക്കെ മുന്നോട്ട് വെക്കുന്നുണ്ട്. തുടർന്ന് വീട്ടുകാർ സമ്മതിക്കുന്നു. പക്ഷേ അയാൾക്ക് മറ്റു പല ബന്ധങ്ങളും ഉണ്ടായിരുന്നു. അവളെ കല്യാണം കഴിക്കുക എന്ന ലക്ഷ്യം അയാൾക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് സുഗാന്ത് മേഘയെ ചൂഷണം ചെയ്ത് പണം തട്ടിയത്. കല്യാണം കഴിക്കാൻ ഒരു ആഗ്രഹവും ഉണ്ടായിരുന്നില്ല. ചൂഷണം ചെയ്യാൻ വേണ്ടി മാത്രം പ്രേമിച്ചു. പല കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറി. തനിക്ക് സിവിൽ സർവീസ് പരീക്ഷ എഴുതണം, അച്ഛന് അസുഖമാണ് എന്നൊക്കെ പറഞ്ഞ് പല കഥകളും പറഞ്ഞ് ഒഴിഞ്ഞു മാറി. അതേസമയം ഒഴിഞ്ഞു മാറുമ്പോഴും മേഘയുടെ പണം അടിച്ചു മാറ്റുന്ന കാര്യത്തിലൊന്നും ഒരു കുറവും വരുത്തിയില്ല. സുഗാന്തിന്റെ വീട്ടുകാരെ കുറിച്ച് നാട്ടുകാർ പറയുന്നത് പോലും ആരുമായും അടുപ്പം സൂക്ഷിച്ചിരുന്നില്ല എന്നാണ്. ശുഗപുരത്തെ വീട് 4 ദിവസമായാണ് പൂട്ടിക്കിടക്കുന്നത്. എല്ലാവരുടെ ഫോണും സ്വിച്ച് ഓഫ് ആണ്.
കല്ല് വെട്ടാറുള്ള മറ്റും ഉപയോഗിക്കുന്ന ടൂൾസ് കട നടത്തുന്ന ഉടമയാണ് ഈ പറയുന്ന പിതാവ്. അമ്മയാകട്ടെ റിട്ടയർഡ് അധ്യാപികയും. ഏക മകനായ സുഗാന്തും. ഈ 3 പേരും കൂടിയാണ് ഇപ്പോൾ ഒളിവിൽ പോയിരിക്കുന്നത്. വിവിധയിടങ്ങളിലായൊക്കെ നിരവധി ഭൂമി സുഗാന്തിന്റെ പിതാവ് വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. ഇനി ഇവരുടെ ഈ ഭൂമി, അതായത് വീടോ മറ്റു സ്ഥലങ്ങളോ ഇവർക്കുണ്ടെങ്കിൽ അവിടേക്ക് ചിലപ്പോൾ ഒളിവിൽ കഴിയുകയായിരിക്കാം ഈ മൂവരും. തൊട്ടടുത്ത് താമസിക്കുന്ന അച്ഛന്റെ സഹോദരനുമായും ഏറെ നാളെ ഇവർ അടുപ്പമൊന്നും പുലർത്തിയിരുന്നില്ല. നാട്ടിൽ പറയക്കത്തക്ക ഒരു സുഹൃത്തുക്കളും സുഗാന്തിനില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ IB ഉദ്യോഗസ്ഥനാണ് സുഗാന്ത് എന്ന വിവരം പോലും നാട്ടുകാരിൽ പലരും അറിയുന്നത് ഈ ഒരു വാർത്തയ്ക്ക് പുറത്തു വന്നപ്പോഴാണ്. കൂടാതെ ഈ പൂജയും ജ്യോതിഷവും ഒക്കെ ഉൾപ്പെടെയുള്ള മതപരമായ വിശ്വാസമൊക്കെ കാത്തു സൂക്ഷിക്കുന്നവരായിരുന്നു ഈ സുഗാന്തും കുടുംബവും. അത്തരത്തിൽ പല സംഭവങ്ങളും ഈ നാട്ടുകാർ പറയുന്നുണ്ട്. സംഭവത്തിൽ പേട്ട പോലീസ് SHO പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം കൊച്ചിയിലെത്തി അന്വേഷണം നടത്തുകയാണ്. സുഗാന്തിന്റെ ഫോൺ ട്രാക്കിംഗ് ഒക്കെ ആരംഭിച്ചു കഴിഞ്ഞു. മേഘയെ സാമ്പത്തികമായി ചൂഷണം ചെയ്ത ശേഷം വിവാഹ ബന്ധത്തിൽ നിന്ന് പിന്മാറിയതാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് വീട്ടുകാർ ആരോപിക്കുന്നത്. മേഘയുടെ അക്കൗണ്ടിൽ നിന്നും സുഹൃത്തും സഹപ്രവർത്തകനുമായ ഈ യുവാവ് അയാളുടെ അക്കൗണ്ടിലേക്ക് പണം മാറ്റുകയായിരുന്നുവെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ആരോപണം നേരിടുന്ന യുവാവിനെ ചോദ്യം ചെയ്താൽ മാത്രമേ ആത്മഹത്യ ചെയ്യാനിടയായ സാഹചര്യത്തിൽ വ്യക്തത വരുത്താൻ കഴിയുകയുള്ളൂവെന്നാണ് പേട്ട പോലീസ് പറയുന്നത്. മേഘ ട്രെയിനിന് മുന്നിൽ ചാടി മരിക്കുന്നതിന് മുമ്പ് സുഹൃത്തായ ഈ യുവാവിനെ നിരവധി പ്രാവശ്യം ഫോൺ വിളിച്ചിട്ടുണ്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞു. സുഗാന്തിന്റെ വിവരങ്ങൾ തേടി പോലീസ് ഇന്ന് IBക്ക് കത്ത് നൽകും. IB ഉദ്യോഗസ്ഥന്റെ അവധി അടക്കമുള്ള വിവരങ്ങൾ തേടിയാണ് പോലീസ് IBയെ സമീപിക്കുന്നത്. സുഗാന്തിനെ തേടി കഴിഞ്ഞ ദിവസം പോലീസ് മലപ്പുറത്ത് വീട്ടിലെത്തിയിരുന്നു. എന്നാൽ ഇയാളെ കണ്ടെത്താനായിട്ടില്ല. മേഘയുടെ മരണത്തിൽ പോലീസ് അന്വേഷണത്തിൽ വീഴ്ച പറ്റിയെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. എന്തായിരുന്നാലും അവധി കഴിഞ്ഞാൽ സുഗാന്തിനെ ഇവിടേക്ക് എത്തി പോലീസിന് അറസ്റ്റ് ചെയ്യാനാകും എന്നാണ് പോലീസും കരുതുന്നത്. എന്നാൽ നിലവിൽ ഇയാൾ എവിടെയാണ് എന്ന തരത്തിലുള്ള ഒരു തെളിവും പോലീസിന് ലഭിച്ചിട്ടില്ല. സഹപ്രവർത്തകനായ ഈ IB ഉദ്യോഗസ്ഥൻ കാരണമാണ് മകൾ ജീവനൊടുക്കിയതെന്ന് ചൂണ്ടിക്കാട്ടിയിട്ടും തിരുവനന്തപുരം പേട്ട പോലീസ് കൃത്യമായി ഇടപെടൽ നടത്തിയിട്ടില്ല എന്നാണ് അച്ഛൻ മധുസൂദനൻ ആരോപിച്ചത്. ആദ്യഘട്ടത്തിൽ തന്നെ സുഗാന്തിനെതിരെ പോലീസ് പരാതി നൽകിയതാണ്. എന്നാൽ കേസ് അന്വേഷിക്കുന്ന തിരുവനന്തപുരം പേട്ട പോലീസ് ഇത് ഗൗരവമായി എടുത്തില്ല. ഒളിവിൽ പോകാൻ സുഗാന്തിന് ഇത് സഹായകരമായി എന്നാണ് മേഘയുടെ അച്ഛൻ ആരോപിച്ചത്. സുഹൃത്ത് സുഗാന്ത് ഇപ്പോഴും ഒളിവിൽ തുടരുകയാണ്. മേഘ മരിച്ചതിന്റെ പിറ്റേന്നാണ് ഇയാൾ ഒളിവിൽ പോയത് എന്നാണ് പോലീസിന്റെ നിഗമനം. മേഘയുടെ മരണവിവരം അറിഞ്ഞ് ഇയാൾ ആത്മഹത്യാ പ്രവണതയൊക്കെ പ്രകടിപ്പിച്ചുവെന്നാണ് പോലീസ് പറയുന്നത്. മേഘയുടെ അക്കൗണ്ടിൽ നിന്ന് സുഹൃത്തും IB ഉദ്യോഗസ്ഥനുമായ മലപ്പുറം സ്വദേശിയായ സുഗാന്തിന്റെ അക്കൗണ്ടിലേക്ക് പണം മാറ്റിയതായി പോലീസ് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. പലതവണയായി കൈമാറ്റം നടന്നതായാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അന്വേഷണം നടത്തുന്ന പേട്ട പോലീസ് കഴിഞ്ഞ ദിവസം സുഗാന്തിന്റെ വീട്ടിലെത്തിയെങ്കിലും ആരെയും കാണാൻ സാധിച്ചിരുന്നില്ല. കൂടാതെ ഈ IB ഉദ്യോഗസ്ഥൻ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നതായും വിവരങ്ങളൊക്കെ പുറത്തുവരുന്നുണ്ട്. മേഘ ഒറ്റയ്ക്കാണ് റെയിൽവേ ട്രാക്കിൽ ഉണ്ടായിരുന്നതെന്ന് ലോക്കോ പൈലറ്റ് മൊഴി നൽകിയിരുന്നു. ജോലി സ്ഥലത്ത് നിന്നും ഇറങ്ങി റെയിൽവേ ട്രാക്കിലേക്ക് മേഘ എത്തുന്നത് വരെയുള്ള സ്ഥലങ്ങളിലെ CCTV ദൃശ്യം ശേഖരിച്ച കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നുവെന്ന് വ്യക്തമാകുമെന്നാണ് കുടുംബം പറയുന്നത്. മേഘയുടെ മരണത്തിൽ മുഖ്യമന്ത്രിയെ കാണാൻ ഒരുങ്ങുകയാണ് കുടുംബം. ഏപ്രിൽ 6-ന് ശേഷമായിരിക്കും മുഖ്യമന്ത്രിയെ കാണാനായി കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്. മേഘയുടെ മരണത്തിൽ മലപ്പുറം സ്വദേശിയായ IB ഉദ്യോഗസ്ഥൻ സുഗാന്തിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. ചോദ്യം ചെയ്താൽ മാത്രമായിരിക്കും മകളുടെ മരണകാരണം വ്യക്തമാകുമെന്നും കുടുംബം പറയുന്നു.